ബ്രഹ്മാണ്ഡ സംവിധായകൻ രാജമൗലി മഹേഷ് ബാബുവായിട്ട് ഒന്നിക്കുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ ഒന്നിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ് ആ ഒരു പോസ്റ്ററിലുള്ളത്. അപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് രാജമൗലി പറഞ്ഞതും പിന്നെ ആ ഒരു സിനിമയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. SSMB 29 അങ്ങനെയാണ് ഇപ്പോൾ ആ സിനിമയ്ക്ക് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. അതായത് മഹേഷ് ബാബുവിൻ്റെ 29ാമത്തെ സിനിമ. രാജമൗലി നമ്മുടെ RRR കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമ. അപ്പോൾ ഭയങ്കര പ്രതീക്ഷ തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു എന്താ പറയുക, ആദ്യത്തെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര ഹോപ്പായിരുന്നു. കാരണം മഹേഷ് ബാബു നമുക്കറിയാം തെലുങ്കിലെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. പക്ഷെ അദ്ദേഹം തെലുങ്കിൽ നിന്ന് മാറി, അതായത് ഒരു പാൻ ഇന്ത്യൻ, ഇപ്പോൾ നമുക്കറിയാം രാം ചരൺ, NTR അല്ലെങ്കിൽ അല്ലു അർജുൻ, ഇവരൊക്കെ ഒരു പാൻ ഇന്ത്യൻ ലെവലൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് ഇവരുടെ സിനിമകളൊക്കെ ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് പുറത്ത് ഒക്കെ സഞ്ചരിച്ച്, പ്രത്യേകിച്ച് RRR എന്ന് പറയുന്ന ഒരു സിനിമയാണ് ശരിക്ക് രാം ചരണിനെയും NTRനെയൊക്കെ കുറച്ച് ജനകീയമാക്കിയത് മീൻസ് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോൾ മഹേഷ് ബാബു ഇപ്പോൾ രാജമൗലിയായിട്ട് കൈ കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ അത് എന്ത് തരം സിനിമയാണ്, അതിൻ്റെ ഭയങ്കര ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയാം. രാജമൗലി ഒന്നും അങ്ങനെ പുറത്തു വിടാത്തതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പൃഥ്വിരാജ് വീൽ ചെയറിലിരിക്കുന്ന ഒരു സ്റ്റിൽ എപ്പോഴോ ഒന്ന് പുറത്തു വന്നിരുന്നു. അത് ലീക്കായതാണെന്നൊക്കെയാണെന്ന് കേട്ടത്. എന്തായാലും പൃഥ്വിരാജ് അതിൽ ഒരു കൊടും വില്ലനായിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് വെച്ചിട്ട്. അപ്പോൾ ഇന്നലെ പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റ് വന്നിരിക്കുന്നതിൽ കുംഭ, അതാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കൂടും വില്ലൻ ലുക്കിൽ തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ നമുക്കും തോന്നി പൃഥ്വിരാജ് ഇതൊരു ചെയ്യാത്ത തരത്തിലുള്ള ഒരു റോളാണെന്നുള്ളത്. പിന്നെ പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്, ഞാൻ വെയിറ്റിംഗ് ആണ് ഈ ഒരു ഇതിലേക്ക്, ഈ ഒരു സിനിമയിലേക്ക് വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന്. നമുക്കറിയാം ഇതിന് മുമ്പ് ഇടയ്ക്ക് എമ്പുരാൻ്റെ ഒക്കെ റിലീസിന് മുമ്പ് എമ്പുരാൻ്റെ കുറേ ഇൻ്റർവ്യൂസും എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പൃഥ്വിരാജ് ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് കുറച്ച് ദിവസമായാലും അഭിനയിച്ചിട്ട് പിന്നെ വീണ്ടും എമ്പുരാൻ്റെ റിലീസിനോടനുബന്ധിച്ചിട്ടാണ് വീണ്ടും വന്നത്. അപ്പോൾ അന്ന് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു അതിനെക്കുറിച്ച്. അത് നോർത്ത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ മഹേഷ് ബാബുവിൻ്റെ ലുക്ക്, മഹേഷ് ബാബു അതിന് വേണ്ടി മുടിയും താടിയൊക്കെ വളർത്തി വേറൊരു ഗെറ്റപ്പിലൊക്കെയാണ് വരുന്നതെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ രാജമൗലി പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ കണ്ട ഏറ്റവും മികച്ച നടനാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് പൃഥ്വിരാജിനെ അത്ര ഭയങ്കരമായിട്ട് ആണ് പുകഴ്ത്തിയിരിക്കുന്നത്. പിന്നെ പ്രിയങ്ക ചോപ്രയാണ് അതിൽ നായികയായിട്ട് വരണത്. അപ്പോൾ നമുക്ക് ഒന്നാമത് മഹേഷ് ബാബു ഇപ്പോൾ അവസാനം അഭിനയിച്ചത് ഗുണ്ടൂർക്കാരമാണ് 2024 ജനുവരിയിലായിരുന്നു. ഇപ്പോൾ 2 വർഷം ഓവറായി മഹേഷ് ബാബുവിൻ്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട്. പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും മഹേഷ് ബാബു ഒരു സിനിമ അവിടെ ചെയ്യുന്നതാണ്. വർഷത്തിലൊരു വലിയൊരു സിനിമ ചെയ്യും. വിജയങ്ങളും ഉണ്ടാവും, പരാജയങ്ങളും ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. പിന്നെ ഗുണ്ടൂർക്കാരൻ അങ്ങനെ വൻ വിജയമൊന്നും അല്ലായിരുന്നെങ്കിലും അത് അത്യാവശ്യം ഒരു ഓടിയൊരു സിനിമയിൽ അതിലെ പാട്ട് നമുക്കറിയാം, അതിലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ്. എത്രയോ മില്യൺ റെക്കോർഡ് സൃഷ്ടിച്ചതായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് അന്ന് ഗുണ്ടൂർക്കാരൻ എടുത്തത്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് നെറ്റ്ഫ്ലിക്സ് 140 കോടി രൂപയൊക്കെ കൊടുത്തിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ആ സിനിമ എടുത്തത്. അപ്പോൾ അത്യാവശ്യം പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയ സിനിമയാണ്. തിയേറ്ററിൽ അങ്ങനെ ഭയങ്കരമായിട്ട് വർക്കാവാത്ത ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ മഹേഷ് ബാബു അതിന്നൊക്കെ ഒരു മാറി ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷമൊക്കെ ആയിരിക്കും. കാരണം ഇപ്പോൾ 26 കഴിഞ്ഞ് 27 ചിലപ്പോൾ ഒരു പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്ര 3 വർഷം ഒരു ഗ്യാപ്പാണ് മഹേഷ് ബാബുവിൻ്റെ ഒരു സിനിമയ്ക്ക് ഗ്യാപ്പ് വരാൻ പോകുന്നത്. പക്ഷെ അതൊക്കെ എന്തായാലും പ്രതീക്ഷകൾ എന്താ പറയുക RRRൻ്റെയും മുകളിൽ പോകും. അപ്പോൾ ബാഹുബലിക്കും ബാഹുബലിയായിരുന്നു ആദ്യമായിട്ട് രാജമൗലിയുടെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ. അതിന് മുമ്പ് മഗധീര ചെയ്തു. അതന്ന് ആദ്യം 100 കോടി ക്ലബിലാണ് ആദ്യത്തെ ഒരു തെലുങ്ക് സിനിമ എത്തിയത്. അത് കഴിഞ്ഞ് ഈച്ച എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാഹുബലി 1ഉം 2ഉം കഴിഞ്ഞ് പിന്നെ RRR. അപ്പോൾ ഒരു ഗ്രാഫ് ഭയങ്കര ഉയരത്തിലാണ് രാജമൗലിയുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മഹേഷ് ബാബുവിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം മഹേഷ് ബാബുവും പൃഥ്വിരാജും രണ്ടുപേരും നേർക്കുനേർ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും ഇനി തിയേറ്ററിൽ വരുമ്പോൾ തന്നെ കാണാം.